എന്നോട് ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിപ്പോൾ നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഏത് രൂപത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു, മാധ്യമങ്ങൾ ഏത് രൂപത്തിൽ എത്ര ദിവസങ്ങൾ ഇതിൻ്റെ ചർച്ചയായിരുന്നു. പ്രതിപക്ഷം ആ തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിജയിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് കോവിഡ് വരികയും കാര്യങ്ങളൊക്കെ മാറി മറിയുകയും ചെയ്തു. പ്രതിപക്ഷം പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് മിണ്ടാൻ തന്നെ ഭയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ വീണ്ടും മോദി എടുത്തിട്ടു എന്നതുകൊണ്ട് അതിൽ കുറുക്കാൻ സാധ്യതയുണ്ടോ ഇവിടുത്തെ പ്രതിപക്ഷം? അവിടെയാണ് ഇപ്പം സ്മൃതി പറഞ്ഞ ആ പോയിന്റാണ് പ്രധാനം. അതായത് ഇന്നലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറയുന്നു, ആകെപ്പാടെ 10 സെക്കൻഡേ ഉള്ളൂ. നേരത്തെ സുജയ പറഞ്ഞാണ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒറ്റ വരിയേ ഉള്ളൂ, 10 സെക്കൻഡ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കൊണ്ടാണ് ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററും രാജീവും വി ഡി സതീശനും ഒക്കെ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ വിവിധ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. ഇത് ഉദാഹരണത്തിന് ജെ പി നഡ്ഡയാണ് പറയുന്നതെന്ന് വിചാരിക്കുക, ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവില്ല കേരളത്തിൽ, അത് അത്ര ഗൗരവത്തിലെടുക്കില്ല. പ്രധാനമന്ത്രി പറയുമ്പോൾ ചില ചോദ്യങ്ങൾ അവിടെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. അത് സതീശനെന്ന് കൃത്യമായി ഉന്നയിച്ചുള്ളതുപോലെ പ്രധാനമന്ത്രിക്ക് തന്നെ ഈ കാര്യത്തിൽ അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തിന് ചോദിക്കാവുന്നൊരു ചോദ്യം, അതിനൊരു സ്പേസ് അവിടെ വരുന്നുണ്ട്. അത്രമാത്രമേ അതിനുള്ളൂ. അത് ഇന്ന് അവസാനിച്ചു, ഇന്നത്തതുകൊണ്ട് അവസാനിച്ചു. ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഒരു ഇഞ്ച് പോലും ഈ കാര്യം മുന്നോട്ട് പോകുമെന്ന്. എന്ന് മാത്രവുമല്ല, ഇന്നിപ്പം വളരെ സാവധാനത്തോടുകൂടി നമ്മൾ ഈ എല്ലാ പത്രമാധ്യമങ്ങളുമൊക്കെ വായിക്കുകയും നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒന്നുകൂടി അനലൈസ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, കേരളത്തിൽ ഒരു വിജയം സൃഷ്ടിക്കുക എന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രമാത്രം സീരിയസ് ആണ്. ഒട്ടും തന്നെ സീരിയസ് ആയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമായിട്ട് വിലയിരുത്താൻ കഴിയില്ല. കാരണം കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 1.5 മിനിറ്റിൽ താഴെയാണ്. അതിലൊരു വരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ വരി പറയാം, അഴിമതി, കുറ്റകൃത്യങ്ങൾ, കുടുംബവാഴ്ച എന്നിവയെല്ലാം ഇരുമുന്നണികളും ഒരുപോലെയാണ്. എന്നീ കാര്യങ്ങളിലെല്ലാം ഇരുമുന്നണികളും ഒരുപോലെയാണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? കുടുംബവാഴ്ച, കുറ്റകൃത്യങ്ങൾ, അഴിമതി, കാടടച്ച് വെടിവെക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെയല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുക എന്ന് പറയുന്നത്. കൃത്യമായി പറയാൻ കഴിയണം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കേരളത്തിലൊരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാനാണ് നിങ്ങളിവിടെ വന്ന് പ്രസംഗം നടത്തുന്നത് എങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടത് 2 മുന്നണികളെയാണ്. ദേശീയ പ്രശ്നങ്ങളൊന്നുമല്ല ഇവിടെ പറയേണ്ടത്. ഈ 2 മുന്നണികളെയും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന എന്ത് കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഈ പ്രസംഗത്തിൽ ഉയർത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു കാര്യം പറയുന്നു, മോദി വിരോധത്തിൻ്റെ പേരിൽ കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നില്ല. മറ്റൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഒരു കാര്യം പോലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നില്ല. പിന്നെ പറഞ്ഞത് ശബരിമലയിലെ അസൗകര്യത്തെക്കുറിച്ചും തൃശ്ശൂർ പൂരത്തിലെ രാഷ്ട്രീയ കളിയെക്കുറിച്ചുമാണ്. തീർന്നു, 1.5 മിനിറ്റിൽ തീർന്നു കേരളവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ വിമർശനം. തറവാടക വിഷയമാണ് ഈ പ്രധാനമന്ത്രി വന്ന് പറയുന്നത്, അവിടുത്തെ കൗൺസിലർ പറയേണ്ട വിഷയം അതാണ്. അപ്പം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം കേരളത്തെ BJP സീരിയസ് ആയി കാണുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. ഇവിടെ വന്ന് അതിഗംഭീരമായി കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാം. ഇപ്പോൾ അവസാനിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ട്, ജീവൻ രക്ഷാപ്രവർത്തനം അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ സംബന്ധിച്ച വിവാദം, അത്തരത്തിൽ എന്തെല്ലാം വിവാദങ്ങൾ നിൽക്കുന്നു. അതേപോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന കസേരകളി, വടംവലി, KPCC അധ്യക്ഷൻ്റെ നാവിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വികട സരസ്വതി, ഇതെല്ലാം എടുത്തുകൊണ്ട് ഇതൊക്കെ നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നല്ല രാഷ്ട്രീയ നേതാവാണ്, അസലായിട്ട് പ്രസംഗിക്കാൻ അറിയാൻ നല്ല ഷോമാനാണ്. എവിടെ എന്ത് പറയണം, എന്ത് പറഞ്ഞാൽ അത് ഏക്കും എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. അൺഫോർച്ചുനേറ്റ്ലി BJP ഈസ് നോട്ട് അറ്റ് ഓൾ സീരിയസ് ഇൻ കേരള. ഞാൻ പറയുന്ന നാഷണൽ BJPയുടെ കാര്യമാണ്. അങ്ങനെ ഒരു ദേശീയ നേതൃത്വം കേരളത്തെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ സുരേഷ് ഗോപിയോട് എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചോ നരേന്ദ്രമോദി? സാധാരണഗതിയിൽ സുരേഷ് ഗോപിയോട് തോളത്ത് തട്ടുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആക്ട് കാണിക്കുന്നതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ആ വേദിയിൽ എല്ലാവരോടും കൈ കാണിച്ച് തൊഴുന്ന, വാഹനത്തിൽ കയറ്റിയത് എനിക്കറിയില്ല, പക്ഷേ വാഹനത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ വേദിയിൽ ഈ പറഞ്ഞ ആകപ്പാടെ പേര് പരാമർശിച്ചില്ല ഇല്ല എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന വൈക്കം വിജയലക്ഷ്മിയുമായിട്ട് കുശലം പറഞ്ഞു, മിന്നുമണിയെ തലതൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഷോയാണ്. ആ ഷോയിൽ സുരേഷ് ഗോപിയൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല ഇന്നലെ നരേന്ദ്രമോദി കേരളവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം രാജ്യവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റ കാര്യം, അത് അമിത്ഷായുടെ പരിപാടിയിൽ കൂട്ടിച്ചേർക്കാനാണ്. അമിത്ഷായുടെ പരിപാടിയിൽ അമിത്ഷാ എത്തിയതിന് ശേഷമാണ് സുരേഷ് ഗോപിയുടെ എൻട്രി. സാധാരണഗതിയിൽ അത് സമ്മതിക്കുന്നതല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നതിന് ശേഷം സുരേഷ് ഗോപിയെ പോലെ ഇന്ന് യാതൊരു പദവിയും വഹിക്കാത്ത ആൾ സ്റ്റേജിലേക്ക് കയറി വരുന്നു, അമിത്ഷായ്ക്ക് കിട്ടാത്ത കയ്യടി സദസ്സിൽ നിന്ന് ഉയർത്തുന്നു, അതിനുള്ള ഒരു സ്റ്റേജ് മാനേജ്മെൻറ്റ് അവിടെ നടത്തുന്നു. യഥാർത്ഥത്തിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ 0
സീറോ ആയിപ്പോയി സുരേഷ്. അതാണ് ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചേക്കാം. എൻ്റെ ആദ്യത്തെ കമൻറ്റ്, ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ ചോദ്യോത്തരം എന്ന് പറയുന്ന ഇൻ്റർവ്യൂ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമിത്ഷാ അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. അമിത്ഷാ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പം അന്ന് പിന്നെ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം മോബ് ലിഞ്ചിങ് നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ആദ്യത്തെ ചോദ്യം ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ അത് ചോദിച്ച ഉടനെ തന്നെ എന്നെ നോക്കി അത് ഒരു ചിരിയിരിക്കുന്നു. എന്നിട്ടൊരു പേപ്പർ എടുക്കുന്നു. എടുത്തിട്ട് കേരളത്തിന് വേണ്ടി കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എന്നോട്. ഈ ചോദ്യം അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് മറ്റേ പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ളൊരു നോട്ടുണ്ട്. ആ നോട്ട് വെച്ചിട്ട്, കാരണം അയാളൊരു, ഞാൻ പറയുന്നത് അതിനെ ഞാൻ മോശമായിട്ടല്ല കാണുന്നത്, ഇകഴ്ത്തി കാണുകയല്ല ഞാൻ പറയുന്നത്. അയാൾ ഇവിടെ വന്ന് എനിക്ക് അഭിമുഖം നൽകുന്നത് ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്. എന്താണ് BJP കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു മാധ്യമം അയാൾ ഉപയോഗപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, 2019 മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് BJPയെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, എത്ര തുക കേരളത്തിന് വേണ്ടി വകയിരുത്തിക്കൊണ്ടിരിക്കുന്നു, എത്ര പദ്ധതികൾ നൽകിക്കൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് പല ചോദ്യങ്ങളെയും ഇവേഡ് ചെയ്യുന്നു. ഒരു ചിരിച്ച് ഒഴിവാക്കുകയാണ്. എന്നിട്ട് എന്താണ് BJPക്ക് കേരളത്തോടുള്ള സമീപനം എന്നത് വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അയാളൊരു പൊളിറ്റീഷ്യനെ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അയാൾ വളരെ ഷാർപ്പാണ്. അയാളോട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളുടെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞൊരു ക്ലാരിറ്റി വരുത്തി ഉണ്ണി ബാലകൃഷ്ണനും അങ്ങനെ ഒരു ജനാധിപത്യ ബോധമൊന്നും അവർക്ക് അതില്ല. അത് ഒരു ഘട്ടത്തിൽ ബാലകൃഷ്ണന് മറ്റു കാര്യങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വെച്ച് പറഞ്ഞത് ആയിക്കോട്ടെ. അതായത് കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അയാളുടെ ഒരു തീരുമാനമാണ് ആ ഇന്റർവ്യൂവിൽ. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ നേതാവ് കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ വേറൊരു ആക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു പ്രിപ്പയർഡ്നെസ് പോലും ഇന്നലെ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി, നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ ഒട്ടും തന്നെ ജനാധിപത്യ സ്വഭാവത്തിലല്ല ആ ഇൻ്റർവ്യൂ നടന്നത്. ജനാധിപത്യ വിരുദ്ധമായിരിക്കുമ്പോൾ പോലും അയാൾക്കൊരു പൊളിറ്റിക്കലായിട്ടുള്ള എയിമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രിപ്പയർഡ് ചെയ്തു വന്നിരിക്കുന്ന ഒരു നോട്ട് കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ എന്നെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് എങ്കിലും അന്ന് അമിത്ഷാ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നരേന്ദ്രമോദി കേരളത്തെ സീരിയസ് ആയി കണ്ടുകൊണ്ടൊരു രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കൃത്യമായ കാര്യങ്ങൾ അടിവരയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം 1.5 മിനിറ്റുള്ളൊരു വിമർശനം മാത്രമാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. അതിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം കേരളത്തിൽ നിന്ന് ഇക്കുറി BJP ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. സ്വർണ്ണക്കടത്ത് ഈ 4 മാസം ഇനിയുമുണ്ട് കേട്ടോ, തെരഞ്ഞെടുപ്പിന് 4 മാസം ഇനിയുമുണ്ട്. ഒട്ടും തന്നെ സമയമായിട്ടില്ല ആ വിഷയം അങ്ങനെ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ BJPക്ക് നന്നായിട്ടറിയാം. ഒരാഴ്ച മുമ്പ് അത് കൃത്യമായ ഒരു അന്വേഷണ ഏജൻസി ഇറക്കി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണിക്കാനായിട്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ ഇതിൻ്റെ പിന്നാലെ പോയി അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രതികരണം ഉണ്ടാകാൻ കാരണം പ്രധാനമന്ത്രി അത് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് JP നഡ്ഡ പറഞ്ഞ ഇത് ആരും ശ്രദ്ധിക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി ഇന്ന് ഇതുവരെ ഈ വിഷയം പറഞ്ഞിട്ടില്ല. 2020 വന്ന 2020 ജൂലൈ 5 മുതൽ ഈ 2024 വരെയുള്ള സമയം അങ്ങനല്ല. നരേന്ദ്രമോദി അതിനുശേഷം തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ പിണറായി വിജയന്റെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് എത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഞാൻ ചോദിക്കട്ടെ, Meet the editors.